നമ്മുടെ വാർത്താ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്കറിയാം. നിതിൻ അംബുജൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വാർത്താ സംഘമാണ് ഹിമാചലിൽ ഉള്ളത്. ഹിമാചൽ പ്രദേശിൽ MLA-മാരെ അയോഗ്യരാക്കിയ നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ 24-നോട് പറഞ്ഞു. അയോഗ്യരായ നിയമസഭാ അംഗങ്ങൾ BJP-ക്കൊപ്പം ഉണ്ടാകും. കോൺഗ്രസിൽ അതൃപ്തരായ നിരവധി ആളുകളുണ്ടെന്നും സുഖ്വിന്ദർ സിംഗ് സർക്കാർ 5 വർഷം തികയ്ക്കില്ലെന്നും ജയറാം ഠാക്കൂർ പറഞ്ഞു. This is very unfortunate. Totally undemocratic procedure was adopted. They were not given opportunity to hear. So that was the reason. That's why we are opposing their decision. We are saying that at least opportunity should be given to everyone. So are you welcoming the MLAs in BJP? They are. They will be in BJP definitely. We will stand with them. Definitely, Congress government is not going to survive because they have lost their mandate. ഹിമാചൽ കോൺഗ്രസിൽ പ്രശ്നങ്ങളില്ലെന്ന് മന്ത്രി അനിരുദ്ധ് സിംഗ് 24-നോട് പറഞ്ഞു. നിലവിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞു. പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള BJP-യുടെ തന്ത്രം പരാജയപ്പെട്ടുവെന്നാണ് അനിരുദ്ധ് സിംഗിന്റെ അഭിപ്രായം. Yeah, there was no issues. It was only misunderstandings. Everything has been resolved. The observers have come far away from Karnataka and Haryana. And in one house, if there are two brothers, they are also not happy. And the parents find it difficult to keep them together. Congress is a very big party. Everything has been sorted out. And I am pretty sure that 5 years it will go smooth. BJP has always been on some other mischief in every state. So I suggest them to take care of their own party and their own home. ഷിംലയിൽ നിന്ന് നിതിൻ അംബുജൻ തത്സമയം ചേരുന്നു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി. ഗുഡ് മോർണിംഗ് നിതിൻ അംബുജൻ. ഷിംലയിലെ കാലാവസ്ഥ എങ്ങനെ? നല്ല തണുപ്പിലൂടെയാണോ പോകുന്നത് മുന്നോട്ട്? SKN വെരി ഗുഡ് മോർണിംഗ്. ഷിംലയിൽ നല്ല തണുപ്പിലൂടെ തന്നെയാണ് കാലാവസ്ഥ പോകുന്നത്. എന്തായാലും ഷിംലയിലെ രാവിലത്തെ കാഴ്ചകൾ ഞാനിപ്പോൾ കാണിക്കാം. ക്യാമറാമാൻ ജോഗേഷ് സിംഗ് ആണ്. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഷിംലയിൽ രാവിലത്തെ ഒരു കാഴ്ചകൾ. നമുക്കറിയാം ഏത് സമയത്തും വിനോദസഞ്ചാരികൾക്ക് ഏത് സമയത്തും എത്താൻ പറ്റുന്ന ഒരു കാലാവസ്ഥയിൽ ഉള്ള സ്ഥലമാണ് ഷിംല. അത് ഒരുപക്ഷെ ഡൽഹിയിലെല്ലാം തന്നെ ചൂട് കൂടുമ്പോൾ ഡൽഹിയിലെ ആളുകളെല്ലാം പലപ്പോഴും ഷിംലയാണ് ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലം. അത്തരത്തിൽ വളരെ മനോഹരമായ ഹിമാചലിൻ്റെ ഒരു സ്ഥലമാണ്. ഏത് കാലാവസ്ഥയിലും വിനോദസഞ്ചാരികൾക്ക് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല മഞ്ഞുകാലത്താണ് ഷിംല അതിമനോഹരമാകുന്ന ഒരു സമയമുള്ളത്. കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ച മുൻപ് തന്നെ ശക്തമായ മഞ്ഞുവീഴ്ചയടക്കം ഷിംലയിലുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തുള്ള മക്കോബ്ര കൂടാതെ കുഫ്രി അതോടൊപ്പം നർക്കൻ്റെ അടക്കമുള്ള പല സ്ഥലങ്ങളും ഇത്തരത്തിൽ ഷിംലയുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ വിനോദസഞ്ചാരികൾ എപ്പോഴും ഏത് സമയത്തും ഇവിടെ എത്തിച്ചേരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടുത്തെ കെട്ടിടങ്ങൾക്ക് തന്നെ പ്രത്യേകതര ഒരു സൗന്ദര്യമാണ്. കാരണം അടിക്കടി വെച്ചിരിക്കുന്ന കെട്ടിടം അതിൻ്റെ മുകളിൽ കാണാം. അതാണ് ജാക്കു ടെമ്പിൾ എന്ന് പറയുന്നൊരു ക്ഷേത്രം. ഏറ്റവും മുകളിൽ മലയുടെ മുകളിൽ കാണുന്നതാണ് ജാക്കു ടെമ്പിൾ. അങ്ങനെ വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. നല്ല കാലാവസ്ഥയാണ്. നല്ല തണുപ്പിലൂടെ തന്നെയാണ് ഇപ്പോൾ ഷിംല കടന്നു പോകുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഷിംലയിലെ രാഷ്ട്രീയ സാഹചര്യം ചൂടേറിയ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. കാരണം കോൺഗ്രസ് സർക്കാർ താഴെ വീഴുമോ എന്നുള്ളൊരു ആശങ്കയെല്ലാം തന്നെ കോൺഗ്രസ് ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇന്നലത്തോടുകൂടി തന്നെ എല്ലാ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. 5 വർഷവും സുഖ്വിന്ദർ സുഖു തന്നെ മുഖ്യമന്ത്രിയായി തുടരും. BJP പല പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും തന്നെ നടപ്പായില്ല. ഓപ്പറേഷൻ ലോട്ടസ് സജീവമായി തന്നെ BJP ഇവിടെ ശ്രമിച്ചിരുന്നു. അതൊന്നും നടപ്പായില്ലെന്നാണ് മന്ത്രി അനിരുദ്ധ് സിംഗ് 24-നോട് വ്യക്തമാക്കിയത്. അതേസമയം തന്നെ MLA-മാരെ അയോഗ്യരാക്കിയ നടപടിക്കെതിരെ ശക്തമായ ഭാഷയിലാണ് വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് ജയറാം താക്കൂർ, മുൻ മുഖ്യമന്ത്രിയാണ് പ്രതിപക്ഷ നേതാവ് ജയറാം താക്കൂർ രംഗത്ത് വന്നിരിക്കുന്നത്. അത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. മാത്രമല്ല MLA-മാർക്ക് കൃത്യമായ രീതിയിൽ തന്നെ ഒരു അവരുടെ അഭിപ്രായം കേൾക്കാൻ സ്പീക്കർ തയ്യാറായില്ലെന്നും വിമർശനം ഉന്നയിച്ചു. MLA-മാരെ അയോഗ്യരാക്കിയ MLA-മാരെ BJP-യിലേക്ക് ക്ഷണിക്കുകയാണ് ഇപ്പോൾ ജയറാം താക്കൂർ. അവരിപ്പോൾ ഹരിയാനയിലെ പഞ്ച്കുളിൽ ഇപ്പോഴും കഴിയുന്നുണ്ട്. വൈകാതെ തന്നെ അവർ BJP-യുടെ ഭാഗമാകും എന്ന് തന്നെയാണ് ജയറാം താക്കൂർ നൽകുന്ന സൂചനകൾ. അതോടൊപ്പം 15 MLA-മാരെ സസ്പെൻഡ് ചെയ്ത സ്പീക്കറുടെ നടപടിക്കെതിരെയും ജയറാം താക്കൂർ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സുഖ്വിന്ദർ സിംഗ് സുഖു 5 വർഷം തികയ്ക്കില്ല എന്ന് തന്നെയാണ് ജയറാം താക്കൂർ പറയുന്നത്. കാരണം ഇപ്പോഴും ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം തന്നെ ഇവിടുത്തെ അംഗബലം പരിശോധിച്ചാൽ നിലവിൽ ഇപ്പോൾ
നിയമസഭയിലെ 62 പ്രതിനിധികളാണുള്ളത്. അതിൽ തന്നെ കേവല ഭൂരിപക്ഷം മറികടക്കാനുള്ള ഒരു സംഖ്യ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് ഒരു സുരക്ഷിതമായ നിലയിൽ തന്നെ കോൺഗ്രസ് ഇപ്പോഴും തുടരുന്നുണ്ട്. കേന്ദ്ര നിരീക്ഷകർ അടക്കം ഇപ്പോൾ മടങ്ങിയിരിക്കുന്നു. അതേസമയം തന്നെ ഒരു ഏകോപന സമിതി, സർക്കാരും പാർട്ടിയും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ മറികടക്കാനുള്ള ഒരു ഏകോപന സമിതി അത് വൈകാതെ രൂപീകരിക്കും. 6 അംഗ ഏകോപന സമിതിയാണ് രൂപീകരിക്കുക. ഈ ഏകോപന സമിതി സർക്കാരും പാർട്ടിയും തമ്മിലുള്ള സുഖമായി മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ഇവരുടെ ചുമതല. മന്ത്രി വിക്രമാദിത്യ സിംഗ് ഉൾപ്പെടെയുള്ളവർ ഈ ഏകോപന സമിതിയിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം പ്രതിഭ സിംഗ് നിർദ്ദേശിക്കുന്ന പേരുകളും ഈ ഏകോപന സമിതിയിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് അത്തരം ചില ഏകോപന സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് കോൺഗ്രസിന്റെ ഭാഗത്തും ആ ഒരു പട്ടിക പുറത്തുവരുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ച് വലിയ ആശ്വാസത്തിലൂടെ തന്നെയാണ് ഹിമാചലിലെ സാഹചര്യം കടന്നുപോകുന്നത്. ഓക്കെ, താങ്ക് യു. ഷിംലയിൽ നിന്നാണ് നിതിൻ അംബുജൻ നമുക്കൊപ്പം ചേർന്നത്. നമ്മുടെ വാർത്താ സംഘം ഷിംലയിൽ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.